ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം മംഗളവാർത്ത കാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ പാതയിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ ജനനവും തുടർന്നുണ്ടാകുന്ന യോഹന്നാൻ ശ്ലീഹായുടെ പേരിടുന്ന ചടങ്ങുകളൊക്കെയാണ് നമ്മൾ കാണുക. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: സന്തോഷവും സമാധാനം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ കുടുംബങ്ങളിലാണ് ദൈവം തൻ്റെ പേര് എഴുതി ചേർക്കപ്പെടുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ ശ്ലീഹായുടെ പേരിടുന്ന ചടങ്ങാണ് അവിടെ നടക്കുക. ആ നാട്ടിലുള്ള ആളുകളെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അവിടെയുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞിന് പേര് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ എലിസബത്ത് പറയുകയാണ്, കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പറയുകയാണ്, നമ്മുടെ വീട്ടിലാർക്കും ഈ പേരില്ലല്ലോ, അതുകൊണ്ട് ഈ പേര് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പേര് കൊള്ളില്ല എന്നുള്ള രീതിയിൽ അവിടെ സംസാരം ഉണ്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ പിതാവിനോട് എഴുത്തുപലക വരുത്തി ചോദിക്കുകയാണ്. സക്രിയയ്ക്ക് മൗനത്തിൻ്റെ ഒരു കാലമാണ്, സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കാലമായതുകൊണ്ട് എഴുത്തുപലകയിൽ വരുത്തി എഴുതിക്കുന്ന ആ സമയത്തും സക്രിയ പറയുന്ന പേരും യോഹന്നാൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇവർ തമ്മിലുള്ള മാനസിക അടുപ്പം, സക്രിയ എലിസബത്തും തമ്മിലുള്ള മാനസിക അടുപ്പം അത്രമാത്രം ശക്തമായിരുന്നു. സംസാരിക്കാൻ കഴിവില്ലാതിരുന്ന ഒരു സമയത്ത് കൂടിയും ഭർത്താവിൻ്റെ ഉള്ളിലുള്ള പേര് ഭാര്യയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവർ തമ്മിലുള്ള ഹൃദയൈക്യത്തിൻ്റെ വലിപ്പത്തെയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് കുഞ്ഞിൻ്റെ മേലുള്ള പൂർണ്ണമായ നിയന്ത്രണം മാതാപിതാക്കൾക്കായി ഞങ്ങൾക്കാണ് എന്ന് സക്രിയ എലിസബത്തോടെ പറയുകയാണ്. മറ്റുള്ളവർ മറ്റു പേരുകൾ നിർദ്ദേശിക്കാനൊക്കെ ആയിട്ട് അവിടെ പറയുമ്പോഴും കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം എന്നുള്ള ശക്തമായ തീരുമാനം എടുക്കുവാനായിട്ട് സക്രിയ എലിസബത്തോടെ തീരുമാനിക്കുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളുടെ മേലുള്ള അല്ലെങ്കിൽ മകൻ്റെ മേലുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും നിയന്ത്രണവും ഞങ്ങൾക്കാണ് എന്ന് അവരവിടെ പറയുക. അതുപോലെ തന്നെ കുഞ്ഞിന് നൽകുന്ന പേരൊന്ന് ശ്രദ്ധിക്കുക. യോഹന്നാൻ എന്നുള്ള പേരാണ് നൽകുക. യോഹന്നാൻ എന്നാൽ ദൈവത്തിൻ്റെ കരുണ എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കരുണ എന്ന അർത്ഥമുള്ള പേര് കുഞ്ഞിന് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിന് എപ്പോഴും വലിയ സ്ഥാനമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഉത്തമമായ ഒരു കുടുംബമാണ്, ഒരു കുടുംബത്തിൻ്റെ മാതൃകയാണ് സക്രിയ എലിസബത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അങ്ങനെ അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ കരുണ എന്നുള്ള പേര് എഴുതി ചേർക്കപ്പെടുകയാണ്. യോഹന്നാൻ എന്ന വ്യക്തിയുടെ പേര് ദൈവത്തിൻ്റെ കരുണ എന്നാണ്. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ കരുണ എന്ന് സൂചിപ്പിക്കുന്ന ഒരു പേര് കടന്നു വരികയാണ്. ഈ യോഹന്നാനെ കുറിച്ചാണ് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്ത്രീകളിൽ ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നുള്ള സാക്ഷ്യം കാണാൻ സാധിക്കുന്നത് ഈ യോഹന്നാനെ കുറിച്ചുള്ള ഒരു പറച്ചിലാണ്. പ്രിയമുള്ളവരെ, നമ്മളും ഈ ഒരു കുടുംബത്തിൽ നിന്നും, സക്രിയ എലിസബത്തിൻ്റെ കുടുംബത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു മാനസിക അടുപ്പം ഏറ്റവും ശക്തമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മക്കളുമായുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും നിയന്ത്രണവും മാതാപിതാക്കൾക്കായിരിക്കണം. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഈവൻറ്റുകൾ പോലും, വലുതോ ചെറുതോ ആയ ഈവൻറ്റുകളിൽ പോലും ദൈവത്തെ ഓർക്കണം. യോഹന്നാൻ എന്ന പേര് നൽകിയത് ദൈവത്തിൻ്റെ കരുണ എന്ന് ഓർക്കാൻ വേണ്ടി, ആ മകനെ എന്നും ദൈവത്തിൻ്റെ കരുണ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുമാണ്. അവർ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ഈവൻറ്റുകളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നവരാണ്. മാമോദിസയാവാം, ആദ്യ കുർബാന സ്വീകരണമാകാം, വിവാഹമാകാം, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതോ പുതിയ വാഹനം വാങ്ങുന്നതോ, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഈവൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം ഒരു ദൈവികമായ ഭാവം ചേർക്കുവാനായിട്ട് ഈ ഒരു ദമ്പതികൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത്തരത്തിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയുടെ സ്ഥാനം കയറി വരിക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിനൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ 1-ാമത്തെ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഇനി 2-ാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നൽകുന്നതിന് മുമ്പ് ദൈവം സങ്കടങ്ങളും നൽകും. നമുക്കറിയാം, നമ്മളെല്ലാവരും അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മരുന്ന് കഴിക്കുന്നവരാണ്. കയ്പേറിയ മരുന്ന് കുഞ്ഞിന് അമ്മ കൊടുക്കുമ്പോൾ അമ്മയ്ക്കറിയാം ആ മരുന്നിൻ്റെ കയ്പ് കുഞ്ഞിന് ഇഷ്ടപ്പെടുകയില്ല, എങ്കിലും കുഞ്ഞിൻ്റെ രോഗം മാറണമെന്നാണ് ആ അമ്മയുടെ ആഗ്രഹം. എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കൂടുതൽ സന്തോഷവും സൗഭാഗ്യമൊക്കെ നൽകുന്നതിന് വേണ്ടി കുറച്ച് സങ്കടങ്ങളൊക്കെ ദൈവം നൽകും. ശാന്തമായ സമുദ്രം ഒരിക്കലും വിദഗ്ധനായ കപ്പിത്താനെ സൃഷ്ടിക്കുകയില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അടിയൊഴുക്കുകളും അതുപോലെ ശക്തമായ ഒഴുക്കുകളും കാറ്റും കോളൊക്കെയാണ് നമ്മളെ കൂടുതൽ വിദഗ്ധനാക്കി മാറ്റി തീർക്കുക. ഒരു കഥ ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ, ഒരു സന്യാസിയാണ്. അദ്ദേഹം തൻ്റെ നാട്ടിലിരുന്ന് ധ്യാനിക്കുകയാണ്. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തെക്കുറിച്ച് കവിതകൾ എഴുതുകയൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹോബി. അദ്ദേഹത്തിന് നാട്ടിലുണ്ടായിരുന്ന ഈ ഒരു മനുഷ്യരുടെ സാന്നിധ്യവും തിരക്കുകളെല്ലാം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അദ്ദേഹം ഒരു ശാന്തമായ സ്ഥലം അന്വേഷിച്ച് അങ്ങനെ ഒരു കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൽ ആദിവാസികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തിനടുത്ത്, കുറച്ചാളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അല്പം മാറി, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ തിരക്കിൽ നിന്നൊക്കെ മാറി അവിടെ ഒരു ചെറിയൊരു
കൂടാരം നിർമ്മിച്ച് അതിനുള്ളിൽ അദ്ദേഹം തൻ്റെ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ടിരുന്ന് ധ്യാനിക്കുകയാണ്. അത് ഇടയ്ക്ക് പുസ്തകങ്ങൾ വായിക്കും, കവിതകൾ എഴുതും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇരുട്ടായി. അദ്ദേഹം തൻ്റെ റാന്തൽ വിളക്ക് തെളിയിച്ച് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന അവസരത്തിൽ ഒരു കാറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ വിളക്ക് കിട്ടുകയും വിളക്ക് തെളിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം തീർന്നുപോയി. വീണ്ടും വിളക്ക് കത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ദൈവത്തെ പഴിച്ചു, ദൈവത്തെ ശപിച്ചു. അങ്ങനെ കുറേ പിറുപിറുത്ത് സങ്കടത്തോടെ അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോഴാണ് അദ്ദേഹം ഒരു വാർത്ത അറിയുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു അടുത്തുണ്ടായിരുന്ന കോളനിയിൽ വെട്ടം കണ്ട എല്ലാ വീടുകളിലും ആ നാട്ടിലുണ്ടായിരുന്ന മറ്റുള്ള ശത്രുക്കൾ വന്ന് ആ നാട്ടിലുള്ള ആ വീടുകളിലുള്ള വെട്ടം കണ്ട വീടുകളിലുള്ള എല്ലാവരെയും വധിച്ച് കടന്നു കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത അറിയുന്നത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് അണഞ്ഞു പോയതുകൊണ്ട് തൻ്റെ ജീവിതം തിരികെ കിട്ടിയെന്ന് അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലാവുകയാണ്. തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി കൈകൾ കൂപ്പി അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു എന്ന ഒരു കഥയുണ്ട്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പരാജയങ്ങളും പോരായ്മകളും നഷ്ടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും ഇങ്ങനെ ദൈവത്തെ പഴിച്ച് ഒരുപക്ഷെ നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. അതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ മരുന്നുകളാണ്, കൈപ്പേറിയ മരുന്നുകളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും ആരോഗ്യവും തരുന്ന വലിയ വലിയ മരുന്നുകളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു ചിന്ത നമ്മളെ പ്രേരിപ്പിക്കണം. സക്രയുടെ ജീവിതത്തിലും എലിസബത്തിൻ്റെ ജീവിതത്തിലും അവർ തമ്മിൽ സംസാരിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ ഒരു വിടവ് സൃഷ്ടിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: സംസാരത്തിൽ തെറ്റ് സംഭവിക്കാത്തവൻ പൂർണ്ണനാണ്. സംസാരത്തിലൂടെ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാനായിട്ട് സക്രിയായ്ക്ക് ദൈവം കൊടുത്തൊരു അവസരമായിട്ട് വേണം അതിനെ കരുതുവാനായിട്ട്. വലിയൊരു സമ്മാനം തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ദുരന്തം നൽകിക്കൊണ്ട് ദൈവം സക്രിയയെ പ്രത്യേകമായിട്ട് പരിപാലിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ദെയർ ഈസ് നോ ക്രൗൺ വിത്തൗട്ട് സഫറിങ് എന്ന്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു കിരീടം സഹനങ്ങളില്ലാതെ കിട്ടാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ചിന്തയുടെ സാരം. ഈ രണ്ട് ചിന്തകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.